ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാന്നാർ ഗേൾസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മാസം 14-ാം തീയതി ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്ത ലുലു മാൾ നമുക്കൊന്ന് കണ്ടാലോ. ഞായറാഴ്ചയാണ് ഞങ്ങളിവിടെ വരുന്നത്. ഒരു രക്ഷയുമില്ലാത്ത തിരക്കായിരുന്നു. ഇവിടെ ഞങ്ങൾ ആദ്യം ഇവിടുത്തെ എല്ലാം ഒന്ന് ചുറ്റി കാണാൻ തീരുമാനിച്ചു. അങ്ങനെ മുഴുവൻ ഷോപ്പുകളിലും വായി നോക്കി കയറി ഇറങ്ങി. അതിവിശാലമായ ഹൈപ്പർ മാർക്കറ്റാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പിന്നെ ഇലക്ട്രോണിക് സെക്ഷനും വളരെ വലുതാണ്. പുതുപുത്തൻ മോഡൽ ടിവികളും ഫ്രിഡ്ജുകളും മിക്സികളും ഒക്കെ കാണാൻ സാധിച്ചു. നല്ല കോംബോ ഓഫറുകളും ഉണ്ട് കേട്ടോ. 350 കോടി രൂപ ചെലവിൽ 3 ലക്ഷത്തിലധികം സ്ക്വയർ ഫീറ്റാണിത്. മികച്ച സൗകര്യങ്ങളുള്ള ഹൈപ്പർ മാർക്കറ്റും ഫുഡ് കോർട്ടും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അടിപൊളി വിശാലമായ ഇൻഡോർ ഗെയിമിംഗ് സോണാണ് ഇവിടെയുള്ളത്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ധാരാളം ഗെയിമുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ സ്ത്രീകളുടെ പ്രയർ റൂം വരുന്നത് ഫുഡ് കോർട്ടിനടുത്ത് ചിക്കിങ് ഷോപ്പിൻ്റെ തൊട്ടടുത്തൊരു പാസേജ് ഉണ്ട്. അതിലൂടെ കുറച്ചകത്തോട്ട് പോയാൽ സ്ത്രീകളുടെ വാഷ്റൂമും പ്രയർ റൂമും അവിടെ തന്നെയാണ്. എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ പുരുഷന്മാരുടെ പ്രയർ റൂം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ അങ്ങോട്ട് കയറി എസ്കലേറ്റർ കയറി ചെല്ലുമ്പം ഒരു ലുലു ഫാഷൻ സ്റ്റോർ കാണും. അതിനടുത്ത് തന്നെ ഒരു കോഫി കപ്പ് ഷോപ്പ് എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. അതിന് ഇടയിലൂടെ ഒരു പാസേജ് കിടപ്പുണ്ട്. അതിലൂടെ ചെന്നാൽ നമുക്ക് പ്രയർ റൂം കാണാം. പുരുഷന്മാരുടെ പ്രയർ റൂം അവിടെയാണ്. വിശാലമായൊരു വാഷ്റൂമും അടുത്ത് തന്നെയുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ കറങ്ങി ഫുഡ് കോർട്ടിലെത്തിയപ്പോൾ അവിടെ ചിക്കിങ് കണ്ടു. അവിടെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. മൺഡേ ടു ഫ്രൈഡേ ഒരു ഓഫർ ഉണ്ടായിരുന്നു, അല്ലാതെ സൺഡേകളിൽ വേറെ ഓഫറുണ്ട്. നമ്മളന്ന് ചിക്കിങ് മേടിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ KFC ഉണ്ട്. KFC വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലും ചിക്കിങ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലുമായിട്ടാണ്. പിന്നെ ഫുഡ് കോർട്ടിൽ പലതരത്തിലുള്ള മസാല ടീകൾ, ഷെയ്ക്കുകൾ, അമൂലിൻ്റെ ഒരു പ്രത്യേകം ഷോപ്പ്, അങ്ങനെ പലതരത്തിലുള്ള കടകളുണ്ടായിരുന്നു.
സ്റ്റാർട്ടിങ്ങിൽ കണ്ടു. അതിനുശേഷം ഞങ്ങൾ 7:30 ആയപ്പോഴത്തേക്കും പുറത്തോട്ട് ഇറങ്ങി. നല്ല ബ്ലോക്കായിരുന്നു. പുറത്തെല്ലാവരും വീണ്ടും ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്ലോക്കായിട്ട് കിടക്കുമായിരുന്നു റോഡൊക്കെ. Thank you for watching. See you again.